2 points. ഇവർക്ക് ഒരു 1 point. നിങ്ങക്ക് ഇത് കുറച്ച് ടഫാ. നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് രാത്രി ATM കവർച്ചക്കാരനും രാവിലെ ഫിസിക്സ് പ്രൊഫസറുമായ നായകൻ, രാത്രി കള്ളനും രാവിലെ പോലീസ് ഓഫീസറുമായ നായകൻ. അതൊന്ന് മറ്റേ പൃഥ്വിരാജിന്റെ പടത്തെ ജോഷി സാറ് ഡയറക്ട് റോബിൻ ഹുഡ്. അടുത്ത പടം അടുത്ത ചോദ്യം. രാത്രി കള്ളനും രാവിലെ പോലീസ് ഓഫീസറുമായ നായകൻ. പോലീസ് ഓഫീസറോ? ഇതിന് മൈനസ് പോയിന്റ് നെഗറ്റീവ്. ടീമാക്കി അത് പാസ് ചെയ്യും. പഴയ പടം പുതിയ പടം. നിങ്ങളപ്പോ പറഞ്ഞു വരുന്നത് 2 പടത്തിന് ഒരേ കഥ ഉണ്ടല്ലോ? ഒരേ കഥയല്ല, രണ്ട് പടം 2 കഥയാണ്. എനിക്കറിഞ്ഞോ പുതിയ പടം. അയ്യേ നമ്മളെ ലീഡിങ്. അയ്യോ പറ. 3 points. നമുക്ക് കുറച്ച് ടഫാണ് കിട്ടിയത്. രാത്രി കള്ളനും രാവിലെ പോലീസ്. രാത്രി കള്ളനും രാവിലെ പോലീസ് ഓഫീസറും. 22 റിലീസായ പടം. നമ്മുടെ ജിത്തു ജോസഫാണ് പടം ഡയറക്ട് ചെയ്തിട്ടുള്ള. ദൃശ്യോ? മെമ്മറീസാ? അല്ല, കൂമൻ. ഞങ്ങൾ പാസ് ചെയ്തില്ല, ഞങ്ങൾക്ക് പോയിന്റ് വേണം. അല്ലല്ല, അപ്പം ഇവരെ നമുക്ക് വേണ്ടി ആൻസർ ചെയ്തു നമ്മുടെ റൗണ്ടിൽ. നിങ്ങളോട് ഞാൻ പാസിംഗ് പറഞ്ഞില്ല, നിങ്ങളോട് ഉത്തരം പറയാൻ. അപ്പൊ നമുക്ക് കിട്ടി 4. നമ്മൾ അങ്ങോട്ട് പാസ് ചെയ്തിട്ടില്ല. ഇനി കളിക്കണോ? സീംസ് ലൈക്ക് ഓക്കെ, ഇത് കുറച്ച് എളുപ്പമാണ് നിങ്ങക്ക്. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ കഴിവ് തെളിയിച്ച ബോംബെ ഡോൺ, ദംഷറാർട്സ് കളിച്ച് കഴിവ് തെളിയിച്ച ബാംഗ്ലൂർ ഡോൺ. അത് ബോംബെ ഡോൺ. പേര് പറ. പേര് പറ. പിന്നെ രണ്ടാമത്തെ ഏതായിരുന്നു? അത് നിങ്ങൾക്ക് അറിയാം, ദംഷറാർട്സ് കളിച്ച് കഴിവ് തെളിയിച്ച ബാംഗ്ലൂർ ഡോൺ. ഇവിടെ ഇരിക്കുന്നു. ആവേശം. മറ്റത് പറ ലാലേട്ടന്റെ. സിദ്ധു. Is it the പ്രായം മറന്നു പോകുന്നത്? മറ്റേ മൂന്നാമത്തെ പെഗ് അത് തന്നെ. 6ാം നമ്പർ പൊളിച്ച് നമ്മള് 5. ഇവര് കളിക്കണോ? ഇത് ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അടുത്തത് ഇത് കുറച്ച് ടഫാ. ഇത് മനഃപൂർവ്വം ചോദിക്കുന്ന. ഇവര് 2, we are 5. ടൂറ് പോകുന്ന പെൺകുട്ടികളുടെ കൂടെ വരുന്ന നായകൻ പ്രേതം, നായകനൊപ്പം ഇഡ്ലിയും സാമ്പാറും കഴിക്കുന്ന പ്രേതം. നായകന്റെ ഒപ്പം ഇഡ്ലിയും സാമ്പാറും പ്രേതം. അതൊന്ന്. അതെനിക്കറിയാലോ. നായകനൊപ്പം ഇഡ്ലിയും സാമ്പാറും കഴിക്കുന്ന പ്രേതം, ടൂറ് പോകുന്ന പെൺകുട്ടികളുടെ കൂടെ വരുന്ന ആളും പ്രേതം. 2 സൂപ്പർ സ്റ്റാർസിന്റെ പടം. ഒന്ന് അപരിചിതൻ. എനിക്കറിയില്ല, ഞാൻ ഭയങ്കര നായകന്റെ ഒപ്പം ഇഡ്ലിയും സാമ്പാറും കഴിക്കുന്ന പ്രേതം. ഇഡ്ലി സാമ്പാർ. വിസ്മയത്തുമ്പത്താ? ഒരു സീനിൽ ഇഡ്ലി സാമ്പാർ കഴിക്കുന്നുണ്ട് വിസ്മയത്തുമ്പത്തില്. ചായ അല്ല, ഇഡ്ലി സാമ്പാറുണ്ട്. ഞാൻ കേട്ടല്ലേ ആൻസർ? ഇഡ്ലിയും സാമ്പാറും ആണ്. ഞാൻ പറഞ്ഞ അപരിചിതൻ. ഇഡ്ലി സാമ്പാർ കഴിക്കുന്നുണ്ടാ? ഇല്ല ചുമ്മാ ഇഡ്ലി സാമ്പാർ കഴിക്കുന്നില്ല, ചായ ഇഡ്ലി സാമ്പാർ തന്നെ ഭയങ്കര അതിനെ കുറിച്ച് കമന്റ് ഒക്കെ ചെയ്യും. സാമ്പാർ കൊള്ളാം. നമ്മളപ്പോ നമ്മുടെ പക്ഷെ നമുക്കും പേരറിയില്ല. പക്ഷെ നമ്മള് അതിലെ സീൻസ്, ഹീറോ അതൊക്കെ പറയാം. പാട്ട് പാടുന്ന പടം. സാറല്ലേ ഡയറക്ടർ? മേഘസന്ദേശം. ഉത്തരം പറഞ്ഞാൽ പക്ഷെ പാസ് ഓൺ ആയി. അത് നമുക്ക് വീണ്ടും 6 points 2 points. അല്ല, വിസ്മയത്തുമ്പത്തുണ്ടല്ലോ സാമ്പാർ ഇഡ്ലി. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. സാമ്പാർ ഇഡ്ലി അണ്ടർലൈൻ. ഓക്കെ, ശരി, സാമ്പാർ ഇഡ്ലി വിട്ടേക്കും. അടുത്തത് ടീം അയക്കല്ലേ? ഇവരുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയുന്ന നായകൻ, ഇരുട്ടത്ത് കണ്ണ് കാണുന്ന നായകൻ. അയ്യർ ദ ഗ്രേറ്റും ലാലേട്ടന്റെ പടം. മറ്റേ ഇപ്പൊ വന്ന സിദ്ദീഖയുടെ പടം. മോൺസ്റ്റർ അല്ല, മോൺസ്റ്റർ അല്ല. ഇല്ല, നമ്മള് പാസ് ചെയ്തില്ലല്ലോ. നമുക്ക് വളരെ മോശമാവുന്നു സിദ്ധു. നിങ്ങൾ വളരെ നന്നായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സിദ്ദീഖയുടെ പടം മോൺസ്റ്റർ അല്ല, ഒരു ഇറിൽ അവസാനിക്കുന്ന പടം തന്നെ. അല്ല, 6.
ആറിലോ ആറാട്ട് പ്ലീസ് ഒരു കുലും കൂടി ഇത്രയും നമ്മൾ പറഞ്ഞില്ലേ ശരി അത്രയും പറഞ്ഞാൽ അത്രയും clue കൊടുത്തോട്ടെ. ടൈറ്റിൽ മാത്രം പറഞ്ഞാൽ മതി വേറെ ഒന്നും. സാധാരണ നമ്മൾ ഈ പേര് മമ്മൂക്കയുമായി അസോസിയേറ്റ് ചെയ്തിട്ടാ പറയാ. അതായത് മമ്മൂക്ക ഇൻഡസ്ട്രിയുടെ ഇന്ന ആളാണ് എന്നൊക്കെയാണ്. മെഗാസ്റ്റാർ ആ അതെ തന്നെ അല്ല 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 സൂപ്പർ സ്റ്റാർ അല്ല 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 ബിഗ് ബ്രദറോ കളിച്ച് ഓക്കെ. ഇതിങ്ങനെ ക്ലൂ ഇത് ഭയങ്കര പാർഷ്യാലിറ്റി കട്ടി ചോദ്യം. ഞാന് ഓക്കെ അതൊക്കെ എളുപ്പമുള്ളത് ഇത് ഭയങ്കര എളുപ്പമാണ്. സ്പിരിറ്റ് കടത്തുന്ന നായകന്റെ അനിയൻ പോലീസ്, ഗുണ്ടയായ നായകന്റെ അളിയൻ പോലീസ്. സ്പിരിറ്റ് എടുക്കുന്ന റൺവേ ഗുണ്ടേ. തമിഴ്നാട്ടിൽ ഗുണ്ടയായ നായകന്റെ അളിയൻ പോലീസ്. തമിഴ്നാട്ടില് ഗുണ്ടേ. തമിഴ്നാട്ടിൽ ഇത് ഭയങ്കര ഫേമസ് ആയ പാടാ. തമിഴ്നാട്ടിൽ ഗുണ്ടയായ നായകന്റെ അളിയൻ പോലീസ്. അളിയൻ കേട്ടോ, നോട്ട് അനിയൻ, അളിയൻ. അവിടെ ഉത്തരം പറയിപ്പിച്ചു. ഐ എം റെഡി. ഒരു ക്ലൂ കൊടുക്കാം. ഓക്കെ നമുക്ക് തന്നോണ്ട് ഇനിയിപ്പം അളിയന്റെ സിനിമയുടെ അകത്തെ ക്യാരക്ടർ നെയിം ഈസ് ഇടിവെട്ട് സുഗുണൻ. മറ്റല്ലേ കുറച്ച് ഒച്ചത്ത് പറ. പറയട്ടെ നമ്മൾ അളിയൻ ഇത് പറഞ്ഞാൽ പറയും. അളിയൻ സുരാജ് വെഞ്ഞാറമൂടാണ്. ഇത് ഭയങ്കര വലിയ ക്ലൂ ആണ്. എനിക്ക് അറിഞ്ഞോളാം. ഞാൻ ചിന്തിച്ചോട്ടെ. കിട്ടുന്നില്ല എനിക്ക് കാണുന്നില്ല. ഞാൻ അതിലെ ഒരു ഇത് പറയാം. ഒരു ക്ലൂ. ടുഡേ ഈസ് യുവർ ഡേ, ചിൽഡ്രൻസ് ഡേ. ഇത് ഭയങ്കര ക്ലൂ ആണ്. ഇത് ഭയങ്കര ക്ലൂ ആ. കേട്ടില്ലേ കേട്ടില്ലേ കള്ളച്ചെറുക്കന് കല്യാണം. പോക്കിരി രാജ അല്ലേ? അങ്ങനെ സോ നമ്മൾ വിജയിച്ചതായി. കഴിഞ്ഞോ? നസ്രിയുടെ കൈ ഉയർത്തി ഒന്ന് വിജയം കാണിച്ചു. എന്താ ഒരു മടി, ഒരു മടി. മറ്റ് ഇന്റർവ്യൂകളിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു മെത്തേഡായിട്ട് ആക്ടിങ്ങിനെ സമീപിക്കുന്ന ആളൊന്നുമല്ല, ഞാൻ ആക്ഷൻ കട്ടിന്റെ ഇടയിൽ മാത്രമേ അഭിനയിക്കുന്നുള്ളൂ എന്നൊക്കെ. ഓഡിയൻസ് വരായിരിക്കും കാണാനുണ്ട്. ഷോട്ടിന്റെ ഇടയിൽ ചെയ്യുന്ന ചില ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ. ഉദാഹരണത്തിന് ഈ കൂടുതൽ ഡ്യൂട്ടിയുടെയും ലവിന്റെയും ഡെഫിനിഷൻ പറയുന്ന സീനിൽ ആ കാറിനെ തൊട്ടും ഗ്ലാസ് ഒക്കെ തൊട്ടും കുറെ ആക്ടിവിറ്റിയും കൂടി ചെയ്തിട്ടല്ല ചെയ്യുന്നത്. അപ്പൊ ഇതിന് ആ സമയത്ത് എന്താണോ ഉചിതം തോന്നുന്നത് അത് ചെയ്യുന്നതാണോ, അതിന് എന്തെങ്കിലും ഒരു തലയിലൊരു ഡിസൈൻ ഉണ്ടോ? അല്ല, ആ സീനിന്റെ എൻഡില് എന്താ ഫീൽ ചെയ്യണ്ടെന്നുള്ളതിന്റെ ഒരു ഐഡിയ ഉണ്ട്. ഓക്കെ ഓക്കെ. ഐ വാണ്ട് പീപ്പിൾ ടു ഫീൽ ദിസ് എന്നുള്ളതിന്റെ ഒരു ഐഡിയ ഉണ്ട്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ അതിങ്ങനെ തലോടി എന്നെ ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞ്. അപ്പം അത് ഐ എം വെരി ക്ലിയർ അബൌട്ട് ഏതിൽ എങ്ങോട്ടേക്ക് ഇത് എത്തണം എന്നുള്ളത്. ബിക്കോസ് അഞ്ജു ചേച്ചിയും അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്ന ആളാണ്. പക്ഷെ ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. സിദ്ധാർത്ഥ ഇവര് രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സിലെ ഓഫ് ക്യാമറ ഇവർക്കുള്ള പ്രത്യേകത ഉണ്ടല്ലോ. ഈ കുറച്ച് പ്രായമായിട്ടും കുട്ടിത്തം വിടാത്ത സ്വഭാവം ബേസിന്റെ അത് ഇതിനകത്ത് വളരെ ഓർഗാനിക് ആയിട്ട് ഉപയോഗിച്ച ഒരവസ്ഥയുണ്ടോ അതോ? അല്ലല്ല, ഇവര് ആക്ട് ചെയ്യുന്നത്